ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൊഴിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ യേശുനാഥൻ തൻ്റെ അപ്പോസ്തലന്മാരെ ഈ 2 പേരായിട്ട് സുവിശേഷം അറിയിക്കാൻ അയക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഈശോ അവർക്ക് അധികാരം നൽകുകയും അവരെ അയക്കുകയുമാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ ഈ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം കാണുന്നത്. അവിടെ മാർക്കോസിലേക്ക് എഴുതി വച്ചിരിക്കുന്നത് തന്നോടൊപ്പമായിരിക്കുന്നതിനും സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കുന്നതിനും വേണ്ടിയിട്ട് ഇവരെ ഈ 12 പേരെ യേശുനാഥൻ നിയോഗിക്കുന്നതായിട്ടാണ് മാർക്കോസിലേക്ക് എഴുതി വച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 4-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലുമൊക്കെ ഈശോയോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഈ അപ്പോസ്തലന്മാരെ കാണുകയാണ്. ഈശോ പറഞ്ഞു കൊടുത്ത ഉപമകൾ കേൾക്കുന്നു. ഈശോ പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപമകൾ വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. അതിനുശേഷം ഈശോ പ്രവർത്തിക്കുന്ന ഓരോരോ അത്ഭുതങ്ങൾ ഇവർ കാണുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം എവിടെയെന്നൊക്കെ യേശുനാഥൻ ചോദിക്കുന്നുണ്ട് ഇവരോട്. ഇവരെ ഒരു രൂപപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈശോടൊപ്പം ഇവർ ചെലവഴിക്കുന്നത്. ആ സമയത്തൊക്കെ ഇവരുടേതായ വ്യക്തി ജീവിതങ്ങൾ രൂപപ്പെട്ടു വരികയായിരുന്നു. ഇനി ഇവർ അയക്കുകയാണ് യേശുനാഥൻ ഇവിടെ. താൻ പ്രവർത്തിച്ച അതേ കാര്യങ്ങളൊക്കെ ഇവരും പോയി ചെയ്യാനായിട്ട്, അതായത് പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഒക്കെ അധികാരം ഈ അപ്പോസ്തലന്മാർക്ക് നൽകുകയും അയക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ സുവിശേഷം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും നമുക്കും നൽകപ്പെട്ടിരിക്കുന്ന ഓരോരോ കർത്തവ്യങ്ങളുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളും യേശുനാഥൻ തിരഞ്ഞെടുത്തപ്പോൾ, നമ്മളെയും യേശുനാഥൻ വിളിച്ചപ്പോൾ, അത് ഏത് ജീവിതാവസ്ഥയിലായാലും, ചിലപ്പോൾ സന്യാസ ജീവിതമായിരിക്കാം, ചിലപ്പോൾ വൈദിക ജീവിതമായിരിക്കാം, ചിലപ്പോൾ ആത്മീയ ജീവിതമായിരിക്കാം. ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും നമ്മളെയൊക്കെ യേശുനാഥൻ തിരഞ്ഞെടുക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഘടകമെന്ന് പറയുന്നത് ഈശോയോടൊപ്പം ആയിരിക്കുക. ഈശോയോടൊപ്പം ആയിരിക്കാൻ നമുക്ക് ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. ദിവ്യബലികൾ പങ്കെടുക്കുന്നതിനും ആരാധനകളിൽ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ഒക്കെ ഈശോയോടൊപ്പമായിരിക്കാൻ, അപ്പം വചനം വായിച്ചുകൊണ്ടൊക്കെ ഈശോയോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കും. പിന്നീട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഈശോയെ പകർന്നു നൽകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ഒരു ജീവിതം നമുക്കും രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് ഈശോയോടൊപ്പമായിരിക്കാൻ എത്രയധികം സാധിക്കുമോ അപ്രകാരമൊക്കെ ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരു വ്യക്തിക്ക് ഈശോയുടെ സ്നേഹം പകർന്നു നൽകാൻ സാധിക്കുമെങ്കിൽ അത് ഒരു വലിയ അനുഗ്രഹമായിട്ട്, ഒരു നേട്ടമായിട്ട് ജീവിതത്തിൽ കരുതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് യേശുനാഥൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.